Hello, it's me Kalakama Mahal. ഇന്നത്തെ ലെസൺ സ്റ്റോപ്പ് എന്തായിരിക്കും? സ്റ്റോപ്പ് യുവർ നെഗറ്റീവ് കൺഫ്യൂഷൻസ്. നമ്മുടെ കൺഫെഷൻസിന് ഭയങ്കര പവറുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്ത് കാര്യം പറഞ്ഞിരുന്നാലും ആ കാര്യത്തിൻ്റെ പവർ എപ്പോഴും നമ്മുടെ ഈ സറൗണ്ടിങ്സിനകത്തല്ല എന്നുണ്ടെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ, ഈ പ്രകൃതിയിൽ തന്നെ ഉണ്ടായിരിക്കും. ചില പഴയ വ്യക്തികൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, നീ അങ്ങനെയൊന്നും പറയല്ലേ, നിൻ്റെ നാവിൻ്റെ തുമ്പത്താ ഗുളികനിരിക്കുന്നത്, ഏത് നേരത്തായി ഈ സാധനം അങ്ങോട്ട് ഫലിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പറയാനായിട്ട് ഇഷ്ടമല്ല, എങ്കിലും ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറയുവാണ്. ചില ഈ ഫ്യൂണറൽ ചടങ്ങിനൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു കരയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു അവിടേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് അയാൾ പറഞ്ഞിരുന്നു, നീ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയേക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാനിനി പോയിട്ട് തിരിച്ച് വന്നില്ലെങ്കിലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ചില ആൾക്കാരുടെ വായിൽ നിന്നിട്ട് ഇങ്ങനെ വന്നു പോയിട്ടുണ്ട് എന്ന് അവരുടെ ബന്ധുക്കൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് കൺഫെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എനർജിയാണ്. ഏതൊരു കാര്യം നമ്മൾ കൺഫസ് ചെയ്യുമ്പോഴും ആ കൺഫെഷന് ഒരു പവറുണ്ട്. അതിന് ചില കാര്യങ്ങൾ ആക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പവറുണ്ട്. ആ പവർ എന്ന് പറയുന്നത് ഒരു ഇൻവിസിബിൾ പവറാണ്. കാര്യം വന്ന് ഭവിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ എന്തൊരു കാര്യം കൺഫസ് ചെയ്യുമ്പോഴും പോസിറ്റീവായിട്ട് കൺഫസ് ചെയ്യാം. സ്വന്തമായിട്ട് നമ്മളെക്കുറിച്ചിട്ട് കൺഫസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും മറ്റുള്ള വ്യക്തികളെ കുറിച്ചിട്ട് കൺഫസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ കൺഫസ് ചെയ്യാൻ പഠിക്കണം. പോസിറ്റീവായിട്ട് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും. അതുപോലെ നെഗറ്റീവ് കൺഫെഷൻസിൻ്റെ അകത്ത് വരുന്ന കാര്യമാണ്, അയ്യോ എനിക്ക് വയ്യ, അയ്യോ ഞാൻ തീർന്നു, അയ്യോ ഞാൻ ചത്ത്, ഞാൻ ചിരിച്ച് ചത്ത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ തമാശയ്ക്ക് നമ്മൾ പറയുമായിരിക്കും, നീ മണ്ണിൻ്റെ അടിയിൽ പോവേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്നേ മണ്ണിൻ്റെ അടിയിലായനെ. സോ ഇതെല്ലാം ഒരു നെഗറ്റീവ് കൺഫ്യൂഷൻസിൻ്റെ അകത്ത് വരുന്നതാണ്. സേ പോസിറ്റീവ്, ഓൾവേസ് സേ പോസിറ്റീവ്. നെഗറ്റീവ് പറയല്ലേ. ഇനി ആരുടെയെങ്കിലും ഒരു ഫിസിക്കൽ ഇൽനെസ് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പോസിറ്റീവായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതേ നമ്മൾ റിയാക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഒന്നിനെ കുറിച്ചിട്ടും ഒരു കാര്യത്തിനെ കുറിച്ചിട്ടും നെഗറ്റീവായിട്ട് കൺഫസ് ചെയ്യരുത്. നമ്മളുടെ ഒരു ലൈഫിൻ്റെ ജേർണി എന്ന് പറയുമ്പം അതിങ്ങനെ മാറിയും തിരിഞ്ഞും വരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനകത്തൂടെ ഒരു സാഡ് പാത്തിൽ കൂടെ ആയിരിക്കും നമുക്ക് പോകേണ്ടത്. ചില സമയത്ത് സ്മൂത്തായിട്ട് നമ്മൾ പോകും. പക്ഷേ നമ്മൾ ഒരു സാഡ് ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്രാജിക് മൂമെൻറ്റിൽ നമ്മൾ ഇരിക്കേണ്ട അവസ്ഥ വന്നിരുന്നാലും അവിടെയും പോസിറ്റീവായിട്ട് നമ്മൾ കൺഫസ് ചെയ്യണം. This time will change. This time will be change for me. This time will be bring something new for me, something good for me എന്ന് നമ്മൾ പോസിറ്റീവായിട്ട് കൺഫസ് ചെയ്യാനായിട്ട് നമ്മൾ ശീലിപ്പിക്കണം. അത് നമുക്ക് ആദ്യം പറ്റത്തില്ലായിരിക്കും. കാര്യം നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞും ശീലിച്ചും വന്നതുകൊണ്ട് ആദ്യം പറ്റത്തില്ലായിരിക്കും. പക്ഷെ നമ്മളത് മാറ്റിയേ പറ്റത്തുള്ളൂ. സോ സ്റ്റോപ്പ് യുവർ നെഗറ്റീവ് കൺഫെഷൻസ്.